Hi children, hope you all are safe. Okay, you all started studying, isn't it? Okay children, so now we can go to next class. Okay, so what and all we studied last class? We studied how to multiply different types of fractions and all, proper, improper, everything. So we can go to next. Okay children. So here express in kilogram. So how will you express in kilogram? This also we studied. Here we all know what 1 kilogram is equal to 1000 gram. ഇതൊക്കെ നമ്മൾ കുഞ്ഞാവുമ്പോൾ പഠിച്ചിട്ടുണ്ട്. 1 kilogram is equal to 1000 gram, 1 meter is equal to 100 centimeter, like that and all we all studied. So here also, here we can look 200 gram. 200 gram നെ നമ്മൾ എങ്ങനെയാ കിലോഗ്രാമിലോട്ട് ആക്കുക? We know what 1 kilogram is equal to, here 1 kilogram is equal to 1000 gram എന്ന് നമുക്കറിയാം. So what will be 1 gram? 1 gram will be 1 by 1000 kilogram. അല്ലേ? അപ്പോൾ 1 gram എന്തായിരിക്കും? 1 by 1000 kilogram ആണെന്ന് നമ്മൾ ഇതിനെ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ? 1 kilogram is equal to 1000 gram. So 1 gram is equal to 1 by 1000 kilogram. So here 200 gram means what? 200 divided by 1000. So 200 divided by 1000. So what will be there? Divided by 1000 means here 3 zeros are there. So we know how to write in the decimal. So how will you write in the decimal here? 30 means here it will go 1, 2, 3 and it will become 0.2 kilogram. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. കാരണം ഡെസിമൽസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 5th 6th ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മിസ് ഇത് പറയാത്തത്. കാരണം എന്താണ്? ഇവിടെ 30 ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ എത്ര നമ്പേഴ്സ് ലെഫ്റ്റിലോട്ട് പോകണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഡെസിമൽ ആകുമ്പം റൈറ്റിലോട്ട് പോകും, ഇവിടെ ഡിവിഷൻ ആകുമ്പം ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇവിടെ 200 ഇവിടെ ഡെസിമൽ ഇല്ല എന്നൊന്നും നിങ്ങൾ പറയണ്ട. കാരണം നിങ്ങൾ പഠിച്ചതാണ് എവറി നമ്പർ വിൽ ബി ഹാവിംഗ് ഡെസിമൽ. ലൈക്ക് 1 ആണെങ്കിൽ 1 പോയിന്റ്, 2 ആണെങ്കിൽ 2 പോയിന്റ്, 200 ആണെങ്കിൽ 200 പോയിന്റ് വിൽ ബി ദേർ, isn't it? പോയിന്റിന് ശേഷം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് എഴുതാത്തത്, അവിടെ പോയിന്റ് ഇടാത്തത്. അപ്പോൾ 200 means 200 point is there. So this point decimal will move to left side 3 digit here, isn't it? അപ്പോൾ 3 ചാട്ടം ചാടുമ്പോൾ എവിടെ എത്തി? 0.2 എന്നായി. അപ്പോൾ പോയിന്റിന് മുന്നേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0.2 കിലോഗ്രാം എന്ന് എഴുതി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ദാറ്റ് itself 4 kilogram 8 gram. 4 kilogram means 4 kilogram itself. 8 gram means what? 8 by 1000. Yes, it will be what? 4.008. നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ. 4.008 കിലോഗ്രാം എന്ന് നിങ്ങൾക്ക് കിട്ടി. കാരണം എന്താണ്? 4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് ചേഞ്ച് ചെയ്യാനില്ല. ഇറ്റ് ഈസ് 4 കിലോഗ്രാം ഇറ്റ്സെൽഫ്. 8 ഗ്രാം എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിലേക്ക് ആക്കുമ്പം എന്താവും? 8 by 1000. 1000 എന്ന് പറയുന്നത് 3 zeros ഉണ്ട്. അപ്പം 3 ചാട്ടം ചാടുമ്പം എവിടെ എത്തും? 0.008 എന്നാവും. അപ്പോൾ 4.008 എന്നായി. Okay, you understand that? Next is what? Expanded. Here also we studied expanded form and the fractional form and all. That is in the decimals and all we all studied, isn't it? So here how we can write 220.03 എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതുക? കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 123 is equal to 100 plus 20 plus 3 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡെസിമൽ ഉണ്ടാവുമ്പം അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, 2 is in 10th place, 0 is in 1st place. അപ്പോൾ ഈ ഡെസിമലിന് ശേഷം ഇപ്പുറത്തുള്ള നമ്പർ എന്തായിരിക്കും? ഡെസിമലിന് ശേഷമുള്ളത് 1s ആവോ? ഇല്ല. ഡെസിമലിന് ശേഷമുള്ളത് എന്താണ്? 10th, THS കൂട്ടി വായിക്കും അല്ലേ? 10th, 100th, 1000th, like that we all studied. So here in the international Indian system everything we studied. So no need of explaining this, but here in the portion that is there. So I am explaining again. You must be thorough like this. So 20.03 means you can write as 20 plus 0 plus what? 0.0 plus 0.03 അല്ലേ? ഇങ്ങനെയല്ലേ? കാരണം എന്താണ്? 2 is in 10th place, that is 20. 0 is in 1st place, that is 0. 20 plus 0. പിന്നെ ഇവിടെ എന്താണ്? 0.0 plus 0.03.
അല്ലേ? ഇതാണ് എക്സ്പാൻഡഡ് ഫോം ഡെസിമലിൽ. ഇനി ഫ്രാക്ഷനിലാണ് ചോദിച്ചതെങ്കിലോ ഇതെന്നെ ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതാം? 20 plus 0 plus 0 by which place? 0 by 10. 0 by 10 plus 3 by 100 അല്ലേ? അപ്പോൾ എന്താണ് ഡെസിമൽ ഫോം ആൻഡ് ഓൾസോ ഫ്രാക്ഷണൽ ഫോം യു ഹാവ് സ്റ്റഡീഡ് ലാസ്റ്റ് ഇയർ ആൻഡ് ഓൾ. സോ യു നോ ഹൗ ടു റൈറ്റ് ഇൻ ദ എക്സ്പാൻഡഡ് ഫോം ഫോർ ഫ്രാക്ഷണൽ ഫോം ആൻഡ് ഓൾസോ ഇൻ ദ ഡെസിമൽ ഫോം. സോ യു മസ്റ്റ് ബി thorough in this. Both you must study and both you must practice, then only you will be able to understand. Again here you can look 2 is in 100 place, 200 plus 0. If you want only you can write, otherwise this time writing here to understand. Okay, so here 0 means in the tens place, so I am writing 0 0 plus 0 in ones place, so I am writing here 0 plus 0.0 plus 0.03. ഓക്കെ, ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ലേ? എനിക്കറിയാം ഇങ്ങനെയൊന്നും എഴുതണ്ട, പക്ഷേ ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഹിയർ അഗെയിൻ വാട്ട് 200 പ്ലസ് 0 0 പ്ലസ് 0 പ്ലസ് എന്താണ് 0/10 പ്ലസ് 3/100 അല്ലേ? ഇങ്ങനെയാണ് എന്താണ് ഡെസിമലിലും ഫ്രാക്ഷനിലും. ഇവിടെ സീറോസ് ഒന്നും എഴുതിയില്ലെങ്കിലും 200 പ്ലസ് 0.03 എന്ന് എഴുതിയാലും ആൻസർ ശരി തന്നെയാണ്. അവിടെ സീറോസ് വരുന്നതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു വാട്ട് പ്ലേസ് വാല്യൂ. Here also we know how to tell the place values of different numbers, isn't it? Here I am just telling you, here they have marked 2 because they want to tell what only 2 place value. 2 ന്റെ place value മാത്രമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ എല്ലാ നമ്പേഴ്സിന്റെയും place value ജസ്റ്റ് ഒന്ന് പറയുകയാണ് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹിയർ 6 is in which place? Here after the decimal. ഓക്കെ, ഇതാണ് ഡെസിമൽ. ഡെസിമലിൽ കഴിഞ്ഞ് ഇവിടെയാണ്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെയുള്ള നമ്പറിനെ എന്താണ് അവിടെ പേര് പറയുക? ഇറ്റ് ഇസ് 10th, TENTHS, 10th അല്ലേ? 10th, 100th, 1000th, like that. THS will be there after the decimal. Every numbers when we are telling, we want to tell by using TH. Okay, so here this is in what, which place? This is ones place because 2 here it is ones place. 2 ഡെസിമലിന്റെ മുന്നേ ആയതുകൊണ്ട് വൺസ് പ്ലേസ്. ഇത് 5 ആണെങ്കിൽ 10th place, 6 is in 100th place. Okay, here the question is only for 2. So 2 ന്റെ place value ഞാൻ ഇവിടെ പറയാണ്, it is ones. And here 2's place value is what? 10th, TENTHS, 10th. Okay, here it is in 100th, 1000th, isn't it? 1000th. Okay, so here 2 is in thousands place because here 6 is in tens place, 3 is in ones place and 3 is in what? 10th place, 5 is in 100th place, 2 is in 1000th place. So the question is only to find here 2. ആ മാർക്ക് ചെയ്തത് ഏതാണോ അത് മാത്രം പറഞ്ഞാൽ മതി. So next is express as rupees and paise. This is also easy that we have studied in 5th standard, 6th standard and all. Here 7 paise. This also we know 1 rupee is equal to 100 paise. So 1 paise is equal to 1/100 rupee. Isn't it? We all know 1 rupee is equal to 100 paise. So 1 paise is equal to 1/100 rupees. So here 7 paise means 7/100. What is that? 7/100. It is equal to what? 0.07. That is rupees. Rupees 0.07. Isn't it? അതായത് എന്താണ് അവിടെ 0 rupees ഉള്ളൂ, 7 paise ആണ് ഉള്ളത് എന്നാണ് അവിടെ പറയുന്നത്. And here 235 paise means what? 235 paise we all studied. 1 rupee is equal to 100 paise. 1 paise is equal to 1/100. So 235 paise means 235/100. So that will become what? 2.35. അല്ലേ? 235/100 means it will become 2.35 rupees. Isn't it, children? Rupees 2.35. This you all understand. Okay, how to convert and all. Okay, next is what? Which is greater? Which is greater here? 0.5 or 0.05. This we know how to compare the different numbers and all. Here 0.5 or 0.05. Which is greater here? It is 0.5 itself. Because here we want to compare the numbers. That is first here 0, here also 0. So
we can't compare that. Next number is 0.5 is here and here it is 0.0. So here which is bigger? 0.5 is greater than 0.05. You can write like that itself. And again next is 2.03 or 2.30, which is greater than 2.03 or 2.30. Here we can compare 2 and 2. Same. Next number is 0 and 3. So which is greater than? Here we can compare and write 0.03 is less than 2.30. Isn't it, children? You all understand that which is greater, and like that there will be so many problems in your textbook and all. So you are able to compare that numbers. Okay. So next we can go to how much less is 28 kilometer than 42.6 kilometer. So how much less എന്ന് പറഞ്ഞാൽ എന്താണ്? It is എന്താണ്? കുറവ് അല്ലേ? എത്ര കുറവാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നതിന്റെ കാര്യം എന്താണ്? This and all we have studied lots and lots of times we have studied. So how much less is 28 kilometer than 42.6 kilometer? So we must subtract 42.6 minus 28. Isn't it? Here 42.6 kilometer and 28. So 28 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് എഴുതി വെക്കരുത്, 28 ഇവിടെയാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തു നോക്കുക. ജസ്റ്റ് ഒരു ക്ലൂ തന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ക്യാൻ ലുക്ക്. ദിനേശ് went from place A to place B and from there to place C. So ദിനേശ് എന്ന് പറഞ്ഞ ആള് ഇവിടെ ഒരു ചിത്രം കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്യണം. എയിൽ നിന്ന് എന്താണ് ഇവിടെ പറയുന്നത്? എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലോട്ടും യാത്ര ചെയ്തു. ദിനേശ് എന്ന് പറഞ്ഞ ഒരാള് എന്താണ് എയിൽ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്ന് സിയിലോട്ടും യാത്ര ചെയ്തു. അതേപോലെ തന്നെ അയൂബ് എന്ന് പറയുന്ന വേറൊരാള് എയിൽ നിന്ന് ഇവിടെ ഡിയിൽ നിന്ന് സിയിലേക്കും യാത്ര ചെയ്തു. ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഹൂ ട്രാവൽഡ് മോർ ആൻഡ് ബൈ ഹൗ മച്ച് എന്നാ ചോദിക്കുന്നത്. അപ്പൊ അവര് ആരാണ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത്? അവിടെ എന്ത് ചെയ്താൽ മതി? രണ്ടുപേരും ദൂരം യാത്ര ചെയ്തത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആരുടെയാണ് ഡിഫറൻസ് എന്ന് കണ്ടുപിടിക്കുക. ആരുടെയാണ് കൂടുതൽ അവർ യാത്ര ചെയ്തത് എന്നാണ്. എത്ര കൂടുതൽ എന്ന് പറയുന്ന സമയത്ത് ആ രണ്ട് ആൻസറും തമ്മിൽ എന്ത് ചെയ്ത് നോക്കണം? മൈനസ് ചെയ്ത് നോക്കണം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുമാണ്. ഒന്നും കൂടുതലായിട്ട് നിങ്ങൾ പുതിയത് പഠിക്കുന്നൊന്നുമില്ല. സോ യു മസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ ചിൽഡ്രൻ, വി ക്യാൻ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.